ഭാരതീയ സംസ്കൃതിയുടെയും സനാതന ധർമ്മത്തിൻ്റെയും ഉജ്ജ്വലമായ വീണ്ടെടുപ്പായി മാറിയ ഒരു ഉത്സവമായിരുന്നു കേരളത്തിൽ തിരുനാവായിൽ നടന്ന മഹാമാഘ മഹോത്സവം. ജാതി ചിന്തകൾക്ക് അതീതമായി സനാതന ധർമ്മത്തിൻ്റെ ഔന്നത്യത്തെ എടുത്തു കാണിക്കാൻ മഹാമാഘത്തിന് കഴിഞ്ഞു. മഹാമാഘ മഹോത്സവത്തിൻ്റെ നേതൃത്വം വഹിച്ച ജൂന അഖാഡയിലെ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതിയാണ് ഇന്ന് ബ്രേവിൻ്റെക്കൊപ്പമുള്ളത്. ഒപ്പം കുരുക്ഷേത്ര പ്രകാശൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ കാഭ സുരേന്ദ്രനും ഈ ചർച്ചയിൽ നമുക്കൊപ്പമുണ്ട്. നമസ്കാരം സ്വാമി. ശ്രീ കാഭ സുരേന്ദ്രൻ, അങ്ങ് ഈ മഹാമാഘത്തിൽ പങ്കെടുത്ത ആളാണ്. പ്രയാഗ്രാജിലെ കുംഭമേള കഴിഞ്ഞ വർഷം നടന്നിരുന്നു. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക ധാരയിൽ ഈ മഹാമാഘ മഹോത്സവം എന്താണൊരു വ്യത്യസ്തത കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഒരു മാറ്റം കൊണ്ടുവന്നത് എന്താണ്? കേരളത്തിൽ ഈ കുംഭമേള നടക്കുന്നു എന്ന് പ്രഖ്യാപിച്ചപ്പോൾ സത്യത്തിൽ കേരളത്തിൽ പ്രചാരത്തിൽ വന്ന ഒരു കാര്യം, ഇത് വടക്കേ ഇന്ത്യൻ ഇറക്കുമതിയാണ്, ഇതിവിടെ വില പോവില്ല, ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഇത് കേരളമാണ് എന്നുള്ള ചില പ്രയോഗങ്ങൾ, ഇത് ഗോസായിമാരുടെ ഇടപാടാണ്, കൗബെൽറ്റിൻ്റെ ഇറക്കുമതിയാണ്, ഇത് സാക്ഷര കേരളത്തിൽ ഇതൊന്നും വില പോകില്ല എന്നാണ് പറഞ്ഞത്. ഈ വടക്കേ ഇന്ത്യൻ ഇറക്കുമതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ച ഒരു കാര്യം, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടുന്നാണല്ലോ ഒരു ശങ്കരാചാര്യർ മുഴുവൻ ഭാരതത്തിൽ സഞ്ചരിച്ചത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെയുള്ളവർ ഇത് തെക്കേ ഇന്ത്യൻ ഇറക്കുമതിയാണെന്ന് പറയുകയും ശങ്കരാചാര്യരെ തള്ളുകയും തടയുകയും ഒക്കെ ചെയ്യേണ്ടതായിരുന്നല്ലോ. അതുണ്ടായില്ല എന്ന് മാത്രമല്ല, മുഴുവൻ ഭാരതവും സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ മുഴുവൻ ഭാരതത്തിൻ്റെയും ഒരു ആത്മാവിൻ്റെ ഉണർവ് എന്നുള്ള നിലയിലാണ് കഴിഞ്ഞ വർഷത്തെ കുംഭമേളയായാലും ഇപ്പോൾ ദീർഘകാലത്തിന് ശേഷം കേരളത്തിൽ നടക്കുന്ന കുംഭമേളയാണെങ്കിലും അത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഉണർവിനെ പല പേരും പറഞ്ഞിട്ട് സൈഡ് ലൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സത്യത്തിൽ അങ്ങനെയല്ല സംഭവിച്ചത് എന്ന് ഇപ്പം ഏതാണ്ട് മുഴുവൻ മലയാളികൾക്കും ലോകത്തിന് തന്നെയും മനസ്സിലായി. ഇത് ഇങ്ങനെ പറഞ്ഞ് ഒഴിവാക്കാനോ തിരസ്കരിക്കാനോ അവഗണിക്കാനോ കഴിയുന്ന ഒന്നല്ല കുംഭമേള ഇപ്പം തിരുനാവായിൽ നടന്നതും എന്നും പറയുകയുണ്ട്, മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 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 ആഗോള ശ്രദ്ധ ഇപ്പം നമ്മൾ ഇതിനിടയിൽ പല ദിവസവും കണ്ടല്ലോ, റഷ്യയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പോലും ഈ ഇൻ്റർനെറ്റിലൊക്കെ കണ്ടിട്ട് തിരുനാവായിൽ മറ്റേ കുംഭമേള കേട്ടിട്ടുണ്ട്, കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞ് അവിടെ നിന്ന് ആരും ക്ഷണിക്കാതെ തന്നെ വന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊരു ആഗോള സംഭവമായി മാറി എന്നർത്ഥം. അപ്പോൾ അങ്ങനെ ആയി മാറുന്നതിൻ്റെ ഒരു അടിസ്ഥാന കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത്, എപ്പോഴൊക്കെയാണോ ഈ യഥാർത്ഥത്തിലുള്ള സനാതനധർമ്മത്തിൻ്റെ ഉണർവ് ഉണ്ടാവുന്നത് ആ സമയത്തൊക്കെ ലോകം അതിനെ അംഗീകരിച്ചിട്ടുണ്ട്, ആദരിച്ചിട്ടുണ്ട്, സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇന്നും ഈ തെക്കേ അറ്റം ഒന്ന് വേറെയാണ്, വിഭജിച്ച് പോകേണ്ടതാണ് എന്ന ധാരണയിൽ നിന്നും മാറി ഇത് മുഴുവൻ ഭാരതത്തിൻ്റെയും ഭാഗമാണ് എന്നുള്ള ഒരു ബോധ്യവും കൂടി അടയാളപ്പെടുത്തുകയായിരുന്നു ഈ കുംഭമേളയുടെ, ഈ തിരുനാവായ കുംഭമേളയിലൂടെ. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു ആവിർഭാവം, എനിക്ക് അങ്ങനെ ഒരു വാക്ക് പറയാനാണ് ഉദ്ദേശിച്ചത്. കാരണം ഇത് ഒരു പ്ലാൻ ചെയ്ത് നമ്മൾ ഇന്ന ദിവസം ഇന്നത് നടക്കാൻ പോകുന്നു എന്നൊരു കൊല്ലം മുന്നേ പ്ലാൻ ചെയ്ത് അങ്ങനെ ഉണ്ടാക്കിയ ഒരു സാധനമല്ല, ഇതിങ്ങനെ ഒന്ന് ആവിർഭവിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു ആവിർഭാവം സംഭവിച്ചത് എങ്ങനെയാണ്, അല്ല അതിൻ്റെ ഈ വിത്ത് എപ്പോഴോ മണ്ണിൽ കിടന്ന വിത്ത് തരം കിട്ടിയപ്പോൾ, അതിനൊരു സന്ദർഭം കിട്ടിയപ്പോൾ അതിങ്ങനെ പൊട്ടി മുളച്ച് വളരെ പെട്ടെന്ന് പടർന്ന് പന്തലിച്ചൊരു പ്രതീതിയാണ് വാസ്തവത്തിൽ തിരുനാവായ കുംഭമേളയ്ക്കുണ്ടായത്. ഈ ആവിർഭാവത്തെക്കുറിച്ച് സ്വാമിജിക്ക് എന്താണ് അതിൻ്റെ ഒരു അതിനെക്കുറിച്ചൊരു സങ്കല്പത്തെക്കുറിച്ചോ അതെങ്ങനെ ആവിർഭവിച്ചു എന്നുള്ളത് സ്വാമിജി എങ്ങനെ അതിനെ കാണുന്നത്? ഈ ഇതിൽ അങ്ങ് പറയുന്നത് പോലെ തന്നെ ഇത് ഒരു ഉണർവ് പെട്ടെന്ന് ഉണ്ടാവുക, ഒരു തപസ് അവിടെ ഉണ്ടായിരുന്നതിന് പെട്ടെന്ന് അതിന് ഉണരാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുക, നമ്മളെല്ലാം അതിൻ്റെ ഒരു നിമിത്തമായി മാറുക എന്ന് പറയുന്നത്. നമ്മൾ പൊതുവിൽ പല കാര്യങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്നൊരു വാക്കാണ് ഈശ്വരീയമായ ഒരു കാര്യം എന്നുള്ളത്. അത് നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ വിരാട് രൂപം നമ്മൾ നമുക്ക് ദർശിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൽ തോന്നിയിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ആരംഭത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിയുന്നത്ര ഇത്തരം കാര്യങ്ങളൊക്കെ മാറിപ്പോവുകയാണെങ്കിൽ മാറിപ്പോക്കോട്ടെ എന്നുള്ളൊരു ചിന്തയിലാണ് നമ്മൾ കാര്യങ്ങളിൽ ഇടപെടാറുള്ളത്. അപ്പോൾ കോട്ടയ്ക്കൽ വെച്ചിട്ടൊരു സ്വീകരണം നടക്കുമ്പോൾ, കോട്ടയ്ക്കൽ കോവിലകത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളാണ് ഇങ്ങനെ തിരുനാവായ പഴയ അത് ഞങ്ങളൊന്ന് ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ അത് ഇത്തവണ
ഒന്ന് സ്വാമിജി കൂടി അതിൻ്റെ ഒന്ന് ഭാഗമായിട്ട് അതിൻ്റെ ഒരു രക്ഷാധികാരിയായിട്ടൊക്കെ ഒന്ന് ഉണ്ടാവണം, എന്നാൽ കുറച്ചുകൂടി നമുക്കതൊന്ന് വിപുലമാക്കണം എന്നുണ്ട്. അതന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അങ്ങനെ പോയി. ഒരു നവംബറിൽ, അതായത് ജനുവരിയിൽ തുടങ്ങുന്നതിന് നവംബറിൽ ഇതുപോലെ അതിന് അവിടെ ചെറിയ രീതിയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അതിന് സംഘടിപ്പിച്ച് വരുന്ന ആളുകളായിട്ടുള്ള ക്ഷേത്രത്തിൻ്റെ മേൽശാന്തിയും ഈ കോട്ടയ്ക്കൽ കോവിലകത്തിൻ്റെ കുറച്ച് ആളുകളൊക്കെ കൂടിയിട്ട് വീണ്ടും വന്ന് അങ്ങനെയുള്ളൊരു കാര്യത്തിനെക്കുറിച്ച് നമുക്ക് അത് സമയമായി എന്നുള്ളത്. ഇതിനെക്കുറിച്ച് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് പ്രയാഗ്രാജിൽ എല്ലാ വർഷവും നടക്കുന്ന മാഘം തന്നെയാണ് ഇവിടെയും നടന്നിരുന്നത്. ഇടക്കാലത്ത് അതിന് മാമാങ്കം എന്ന് പറയുന്നൊരു പേര് വരുമ്പോൾ അപ്പോഴും ആളുകൾ അതിന് ശേഷം ഉണ്ടായിരുന്ന ഈ സാമൂതിരിപ്പാടിൻ്റെ യുദ്ധമൊക്കെ കാരണം അതിനെ നമ്മുടെ പരിചിതമായിട്ടുള്ള അംഗവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് സംസാരിക്കുക. പക്ഷേ അത് മഹാമാഘം അല്ലെങ്കിൽ മഹാമകം, ഈ മാഘത്തിൻ്റെ മലയാളമാണ് മകം. അത് മാഘമാസമാണ്, മകം മാസവുമാണ്. മലയാളത്തിൽ പറഞ്ഞാൽ മകം മാസമാണ്. നമുക്ക് നക്ഷത്രം മാത്രമേ മകം എന്നുള്ളൊരു പരിചയമുള്ളൂ. പക്ഷേ മലയാളത്തിൽ മകൻ നക്ഷത്രമാണ്. കാരണം ഈ ശകവർഷത്തിന് പേരിടുന്നത് അങ്ങനെയാണല്ലോ, ഏത് നക്ഷത്രത്തിലാണ് പൗർണമി വരുന്നത് അതിനെക്കുറിച്ചിട്ടാണ് പേരിടുന്നത്. അപ്പോൾ ഈ മഹാമാഘം അല്ലെങ്കിൽ മഹാമകം പറഞ്ഞ് ലോപിച്ചിട്ടാണ് ഈ മാമാങ്കം, നമ്മുടെ ഇവിടെ എറണാകുളം ഋഷിനാഗക്കുളം എറണാകുളമായതുപോലെ അങ്ങനെയാണ് ഈ മാമാങ്കത്തിൽ എത്തിച്ചേരുന്നത് എന്നുള്ളതും. എങ്ങനെയാണ് പ്രയാഗ്രാജിൽ ഈ ട്രഡീഷൻ കൃത്യമായിട്ട് നടന്നു വന്നത്, അതേപോലെ ഭാരതത്തിൽ നടന്നു വന്നിരുന്ന, പൗരാണികമായി നടന്നു വന്നിരുന്ന മറ്റേക സ്ഥലമാണ് തിരുനാവായ എന്നുള്ളതും തിരിച്ചറിയുന്നത്. പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് കൂടുതലൊന്ന് അന്വേഷണം നടത്തിയപ്പോഴാണ് കേരളത്തിൽ സനാതന സംസ്കൃതിയിൽ നിളാതടം നിർവഹിക്കുന്ന പങ്ക്, അത് ത്രിമൂർത്തി മലയിൽ നിന്ന് തുടങ്ങി ത്രിമൂർത്തി സംഗമത്തിൽ അവസാനിക്കുന്ന ഒരു പുണ്യനദി, ആ നദിയിൽ എല്ലാ തീർത്ഥങ്ങളും ചേരുന്നു എന്നുള്ള സങ്കല്പം. അങ്ങ് നേരത്തെ സംസാരിക്കുമ്പോൾ ഈ ഉത്തരേന്ത്യൻ ഇറക്കുമതി എന്ന് പറഞ്ഞു. ഈ ഭാരതം തന്നെ ഉത്തരേന്ത്യൻ ഇറക്കുമതിയായിട്ടാണ് ഈ കട്ടിങ് സൗത്തുകാർ പറയുന്നത്. അപ്പോൾ പൂർവാചാര്യന്മാർ, എനിക്ക് തോന്നുന്നു നമ്മുടെ ഒന്നും തലമുറകൾക്ക് പോലും ഇല്ലാത്തൊരു കാലത്താണ് ആ ആചാര്യന്മാർ ഈ നദിയെ ഭാരതപ്പുഴ എന്ന് വിളിക്കുന്നത്. ഉത്തരേന്ത്യയിലെ ഭാഗവതത്തിലാണ് പ്രതീജി എന്ന് പറയുന്ന പേരിൽ ഈ നദിയുടെ മഹാത്മ്യത്തെ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും ആ ഭാരതത്തിൻ്റെ മുഴുവൻ സംസ്കൃതിയെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു നാമധേയം. ഇത് തെക്കേ അറ്റത്തെ, ഗംഗയെക്കുറിച്ച് അറിയുന്ന ആളുകൾക്കറിയാം, ഗംഗയിലേക്ക് വന്നു ചേരുന്ന ഒരു നീർച്ചാല് എന്നേ ഉള്ളൂ ഭാരതപ്പുഴയുടെ മുഴുവൻ വലിപ്പത്തിൽ. അത്രയും ഇത് വരുന്നത്. അപ്പോൾ ആ ഭാരതപ്പുഴയെ ഭാരതപ്പുഴ എന്ന് പേരിടുകയും അതിൽ ഗംഗ തന്നെയാണ് ആ സമയത്ത്, ഗംഗയിൽ എല്ലാ തീർത്ഥങ്ങളും ഗംഗയിൽ ചേർന്ന് ഗംഗ തന്നെയാണ് അവിടെ എന്ന് പറയുന്ന പൗരാണികമായിട്ടുള്ള ഒരു സങ്കല്പം ഉണ്ടാവുകയും അതിൽ മാഘം എന്നുള്ള വൈശേഷ്യം അവിടെ ഉണ്ടാവുകയും ഒക്കെ ഉണ്ടായി എന്ന് മനസ്സിലാകുന്നത് പിന്നെ തുടർന്നുള്ള നമ്മളുടെ അന്വേഷണങ്ങളിലാണ്. അപ്പോൾ അതിൻ്റെ മഹത്വം ജനങ്ങളോട് പങ്കുവയ്ക്കുക, അത്രമാത്രമാണ് ഈ വർഷം നമ്മൾ ആലോചിച്ചത്. ഒരു ചെറിയ പ്രോഗ്രാം അവിടെ നടക്കുക, പക്ഷെ ആ പ്രോഗ്രാം നടക്കുന്നതിലുപരിയായിട്ട് ഇത്ര വൈശിഷ്ട്യമായൊരു സംസ്കൃതി നമുക്കിവിടെ ഉണ്ട് എന്ന് ജനങ്ങളെ അറിയിക്കുക, സജ്ജനങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക എന്ന് പറയുന്നതാണ് നമ്മൾ ഈ വർഷം ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ആ അപ്പോൾ ഒരു 3 വർഷം കൊണ്ട്, കാരണം 2028 ഇവിടെ 12 വർഷം കൂടുമ്പോൾ ഉള്ള മഹത്തായ കൂടുതൽ വൈശിഷ്ട്യമാർന്ന സമയം എന്ന് പറയുന്നത് സിംഹസ്ഥ എന്ന് പറയും. സിംഹ രാശിയിൽ വ്യാഴം വരുന്ന സമയം. ഉജ്ജയിൻ കുംഭമേള ആ സമയത്ത് തന്നെയാണ്. അപ്പോൾ വ്യാഴം ഒരു വർഷം ഉണ്ടാവും. ഇവിടെ മാഘമാണെങ്കിൽ അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ടാണ് ഉജ്ജയിനിലെ കുംഭമേളയുടെ സമയം വരുന്നത്. ഈ സിംഹസ്ഥയാണ് ഇവിടെ വൈശേഷ്യം. ആ സിംഹസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോഴേക്കും 2028 എത്തിച്ചേരുമ്പോഴേക്കും അതൊരു എല്ലാ ജനങ്ങൾക്കും അതിൻ്റെ മഹാത്മ്യത്തെ നുകരാവുന്ന ഒരു അവസരമാകും എന്നാണ് നമ്മൾ കുറച്ച് അതിമോഹിച്ചത്. അതും മോഹിച്ചത് അതിമോഹം നമ്മുടെ ഇതിൽ. പക്ഷേ ആ 3 വർഷം കൊണ്ട് ചിന്തിച്ചത് 3 ദിവസം കൊണ്ട് അത് ജനങ്ങളെ ഏറ്റെടുത്തു. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇതിനെക്കുറിച്ചുള്ള ആലോചന. അപ്പോൾ നവംബറിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ നവംബറിൽ ഉണ്ടാകുമ്പോൾ വെറുതെ ആ ഒരു സമയത്ത്, കാരണം ഇത് വിപുലമാകാൻ ഭാവിയിൽ വിപുലമാകും, അപ്പോൾ അതിനൊരു സംവിധാനങ്ങളൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണെന്ന് തുടക്കം എന്നുള്ളത് കൊണ്ട് മറ്റെല്ലാറ്റിലും മുമ്പായിട്ട് ചെയ്തത് ജില്ലാ കളക്ടർക്ക് ഇങ്ങനൊരു കാര്യം നടക്കണമെന്ന് പറഞ്ഞിട്ടൊരു കത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നവംബർ അവസാനം ഒരു ആലോചനാ യോഗം വിളിച്ചു. പിന്നെ ഉടനെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ തിരക്കുകളിലേക്ക് എല്ലാവരും പെട്ടു. അങ്ങനെ ഡിസംബർ 20 ശേഷമാണ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒരു നടത്തുന്നതിനെക്കുറിച്ചിട്ടുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. ഒരു 3 ആഴ്ചത്തെ ഒരു പരിശ്രമം, അത് തന്നെ അവസാന ദിവസങ്ങളാണ് എന്തെങ്കിലും കാര്യമായിട്ട് വരുന്നത് എന്നുള്ള രീതിയിലാണ് അതവിടെ നടക്കുന്നത്. സത്യത്തിൽ ഈ 2028 സംഭവിക്കണം, അല്ലെ അപ്പോഴേക്കും ഇതൊരു വിപുലമായ തരത്തിൽ വരണം എന്ന് വിചാരിച്ചത് സത്യത്തിൽ ഈ 3 ദിവസം കൊണ്ടല്ല, 3 മാസത്തിന് 3 മാസമില്ല
ഒരു മാസത്തിനുള്ളിൽ തന്നെ 3 ദിവസം കൊണ്ട് സംഭവിച്ചു. 3 ദിവസം ഉണ്ട്. ആദ്യത്തെ ദിവസം ഈ പറഞ്ഞ പോലെ നമ്മളുടെ കണക്കൂട്ടിലൊക്കെ പോലെ തന്നെ കുറച്ച് പേരാണ്. ജനുവരി 16-നാണ് ഇതിൻ്റെ പിതൃയാനം തുടങ്ങുന്നത്. ആ പിതൃയാനത്തിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ചിന്തിച്ചിരുന്ന പോലെ തന്നെ ഒരു 1000-2000 പേരൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അത് 18 ആവുമ്പോഴേക്കും 19-ന് ധർമ്മധ്വജാരോഹണം ആകുമ്പോഴേക്കും 1,00,000-ഓളം പേരെത്തുന്ന അവസ്ഥയായി. അത് കഴിഞ്ഞ് 2 ദിവസം കൂടി കഴിഞ്ഞ് തിരുമൂർത്തി മലയിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്നുള്ള രഥം എത്തിച്ചേരുമ്പോഴേക്കും പെട്ടെന്ന് അത് 1,00,000 കടന്നു. പിന്നെ അങ്ങനെ പിന്നെ ലക്ഷങ്ങളുടെ വരവാണ്. അതെ. ഇപ്പോൾ പോലീസിൻ്റെ അവസാനത്തെ ഒരു കണക്ക് എന്നുള്ള രീതിയിൽ അവർ നമ്മളുമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കുവച്ചത് ഏതാണ്ട് 40 ലക്ഷത്തിലധികം ആളുകൾ ഉറപ്പായിട്ടും അവിടെ എത്തിച്ചേർന്നു. അങ്ങനെയാണെങ്കിൽ അത് കേരളത്തിൻ്റെ ഹിന്ദു പോപ്പുലേഷൻ്റെ 1/3 എന്ന് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു രീതിയിൽ സത്യത്തിൽ അത് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇപ്പോൾ സ്വാമിജി തന്നെ പറഞ്ഞില്ല, നിമിത്തം മാത്രം ഭവ സവ്യസാചൻ, ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നുണ്ട്. നീ ഇതിന് നിമിത്തമായാൽ മതി. പിന്നീട് ആ വിരാട് രൂപം ഇങ്ങനെ വരുമ്പോഴേക്കും പറഞ്ഞത് എത്രമാത്രം വസ്തുതാപരം അല്ലെങ്കിൽ സത്യമാണ് എന്നുള്ളത് അർജുനൻ തന്നെ കാണുകയാണല്ലോ ഈ വിശ്വരൂപ ദർശനത്തിൽ. സത്യത്തിൽ ഈ നിമിത്തമായി സ്വാമിജിയും അതിനൊരു നിമിത്തമായി അങ്ങനെ ഈ തുടങ്ങിയത് വാസ്തവത്തിലൊരു വിശ്വരൂപത്തിൻ്റെ ഒരു പ്രകടീകരണം തന്നെയായി മാറി. ഈ പറഞ്ഞ ഏതാനും ആയിരങ്ങൾ വരും എന്ന് വിചാരിച്ചിടത്ത് ദശലക്ഷങ്ങൾ വന്നു എന്ന് പറയുമ്പോൾ അത് ഈ കുഞ്ഞു കേരളത്തിൽ വലിയ ഒരു രാജ്യമൊന്നും അല്ല. കേരളം വളരെ ചെറിയൊരു സംസ്ഥാനമല്ലേ. ഇത്രയും ഈ മുമ്പേ പറഞ്ഞതുപോലെ ഭൗതികവാദമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ സ്വാധീനിക്കപ്പെട്ട് കുറേയൊക്കെ അരാജകവാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നൊരു സമൂഹം, യുവജന സമൂഹം, അവിടേക്ക് ഈ ഒഴുക്കുണ്ടായി എന്ന് പറയുന്നത് എന്തോ ഒരു ഡിസൈൻ മറ്റാരോ നമ്മുടെയൊക്കെ ചിന്തകൾക്കും സങ്കല്പങ്ങൾക്കും അതീതമായിട്ടൊരു ഡിസൈൻ ഉണ്ടായതുപോലെയാണ്. ഇപ്പോൾ സ്വാമിജി മുമ്പേ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഈ ഭാരതപ്പുഴ പേര് വന്നത്. സത്യത്തിൽ കേരളത്തിൽ എത്രയോ പ്രാചീനമായിട്ട് ഈ ഭാരതം എന്ന സങ്കല്പം നമ്മുടെ ആചാര്യന്മാർ ഉണ്ടാക്കി വെച്ചു. ഭാരതപ്പുഴ എന്ന് പറഞ്ഞത് ആരും മീറ്റിംഗ് കൂടി പ്രഖ്യാപിച്ചതല്ല ഭാരതപ്പുഴ എന്നുള്ളത്. പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയിൽ ഭാരതഭക്തി സ്തോത്രമുണ്ട്. അതിൽ മുഴുവൻ ഈ ഭാരതഖണ്ഡത്തിലും ഭാരതഭൂമിയിലും ജനിച്ചതിനെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ ഇതൊരു വേറിട്ട സാധനം തന്നെയല്ല, മുഴുവൻ ഭാരതത്തിൻ്റെയും ഒരു ആത്മാവിഷ്കാരം ഉണർന്നു വന്നു എന്നുള്ളത് തന്നെയാണ്. അതിനുണ്ടായ എന്തെങ്കിലും ഒരു തടസ്സങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടാകുമ്പോഴാണല്ലോ അതിന് കുതിപ്പുണ്ടാവുക. ആ നിലയിൽ ഇതിനെ കുതിപ്പുണ്ടാക്കാൻ പാകത്തിലുള്ള എന്തെങ്കിലും തടസ്സങ്ങൾ അങ്ങനെ ഉണ്ടായതായിട്ട് തോന്നിയിട്ടുണ്ട്. അല്ല, ഇതിൽ ഏറ്റവും പ്രധാനം ഇത്രയും കാര്യങ്ങൾ, അതായത് വളരെ ഭവ്യമായ ദിവ്യമായ ഒരു കാര്യമാണ് നടക്കുന്നത്, ഒരു ധാർമ്മിക സംഗമമാണ് നടക്കുന്നത്. ആ ധാർമ്മിക സംഗമം നടക്കുമ്പോൾ ബാക്കിയെല്ലാം മാറ്റി വെച്ചുകൊണ്ട് തന്നെ ഒരു വലിയ പ്രോഗ്രാം എന്നുള്ള നിലയിലാണെങ്കിൽ പോലും അതിൽ ആ ദേശത്തെ ഭരണാധികാരികൾക്ക് നിർവഹിക്കേണ്ട, അഡ്മിനിസ്ട്രേഷൻ നിർവഹിക്കേണ്ട ചില ധർമ്മങ്ങളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ആലോചന എന്നുള്ള രൂപത്തിൽ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ അത് കളക്ടർക്ക് അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ അറിയിച്ചുകൊണ്ടൊരു കത്ത് കൊടുത്തത്. പക്ഷേ ഡിസ്ട്രിക്റ്റ് അഡ്മിനിസ്ട്രേഷൻ ഒരു കാര്യത്തിനോട് ഇത്രയേറെ നിഷേധാത്മകമായിട്ട് സമീപിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചിന്തയിലാണ് ജില്ലാ കളക്ടർ അതിനെ കൈകാര്യം ചെയ്തത്. അത് ഒരു അനുമതിയും തന്നില്ലെന്ന് മാത്രമല്ല, അവസാനം സാങ്കേതികത്വങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റോപ്പ് മെമ്മോ, ഇത്തരത്തിലുള്ള അന്തരീക്ഷം. അതിനുശേഷം ആ ദിവസങ്ങളൊക്കെയും ഹൈക്കോടതിയിൽ ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ, ജില്ലാ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് ജില്ലാ അഡ്മിനിസ്ട്രേഷൻ നേരിട്ടും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് ഹെൽത്ത് അതായത് കമ്മ്യൂണൽ വയലൻസ് ഉണ്ടാവും, സ്റ്റാമ്പേഡ് ഉണ്ടാവും, വലിയ മറ്റേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഓരോ ദിവസവും ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഇത് ഇന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്താലേ ഈ കേരളമായി നിലനിൽക്കും എന്നുള്ള രീതിയിലാണ് അവർ നടന്നു വന്നിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ സമ്മർദ്ദങ്ങളും പ്രയാസങ്ങളും നമുക്കുണ്ടായിരുന്നു. കാരണം പെട്ടെന്ന് സ്റ്റോപ്പ് മെമ്മോ വരുന്നൊരു സമയത്ത് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാമോ എന്ന് കണ്ടുകൊണ്ട് നമ്മൾ മുഴുവൻ ഇൻഫ്രാസ്ട്രക്ചറും ഒരു ബദൽ സംവിധാനം കൂടി കാണേണ്ടി വന്നു. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമുക്ക് ആന്തരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെയല്ല, അതിൽ കാണുന്ന ഒരു കാര്യം ഹിന്ദു സമാജത്തിൻ്റെ ഒരു ധാർമ്മികമായ കാര്യം സ്വന്തം ശക്തി കൊണ്ട് നടത്താൻ കഴിവുണ്ട് എന്ന് നമുക്ക് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്താൻ ആത്മവിശ്വാസമാണ്. കാരണം ഇവിടെ നടക്കുന്ന ഇപ്പോൾ എല്ലാ കാര്യങ്ങളും എന്ന് പറയുന്നത് ഒന്നുകിൽ പോലീസ് നടത്തുന്നു, ഇപ്പോൾ ശബരിമല അല്ലെങ്കിൽ തൃശ്ശൂർ പൂരം, ഇതൊക്കെ സർക്കാർ അതായത് ഈ ധർമ്മത്തിനെ കുറിച്ച് യാതൊരു ബോധ്യവുമില്ലാത്ത. ഇപ്പോൾ കഴിഞ്ഞ വർഷം തൃശ്ശൂർ പൂരത്തിനുണ്ടായിരുന്ന സംഗതി, ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളാണ്. എന്നാൽ അവസാനത്തെ രാവിലെ നടക്കുന്ന അതേ ചടങ്ങുകൾ രാത്രി ആവർത്തിക്കും. അത് പൊതുവിൽ ആളുകൾക്ക് അങ്ങനെ അറിയില്ല.
എല്ലാ മേളങ്ങളും മഠത്തിൽ വരെ അടക്കമുള്ള ഇത് രാത്രി ആവർത്തിക്കും. ഈ രാത്രി ആവർത്തിക്കുന്ന സമയത്ത് പോലീസിൻ്റെ സൗകര്യത്തിന് വേണ്ടി മുഴുവൻ ആളുകളെയും പുറത്താക്കി ബാരിക്കേഡ് വെക്കുകയാണ്. സ്വാഭാവികമായിട്ടും ദേവസ്വം ഭാരവാഹികൾ ചോദിച്ചു, ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് നടത്തുന്നത്? പോലീസിന് വേണ്ടിയിട്ടും. അതായത് ആ പഞ്ചവാദ്യത്തിൽ അവിടെ പരിചയമുള്ളത് കൊണ്ട് നമ്മൾ അങ്ങോട്ട് കയറി നിൽക്കുമ്പോൾ കാണുന്നത് മേളക്കാർ കൊട്ടിക്കൊണ്ടിരിക്കുന്നു, കേൾക്കാൻ വേണ്ടി മുഴുവൻ ഒരു 10-500 പോലീസുകാർ നിൽക്കുന്നു. അപ്പം ഇതെന്തിനു വേണ്ടി നടത്തുന്നു? എല്ലാ വഴികളും ബ്ലോക്ക് ചെയ്ത് ആളുകളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. ആൾക്കാർ അതിനു വേണ്ടിയാണ് വരുന്നത്. സത്യം, ആൾക്കാർ അതിനു വേണ്ടിയിട്ടാണ് വരുന്നത്. ഇതിന് മുമ്പുള്ള വർഷങ്ങളിലൊക്കെ അവിടെ നടക്കുന്ന എല്ലാ കാര്യവും എത്രയോ നൂറ്റാണ്ടുകളായി പാരമ്പര്യമായി നടക്കുന്ന ഒന്നും പുതുതല്ല. വെടിക്കെട്ട് പുതുതല്ല, കുടമാറ്റം പുതുതല്ല, ഒന്നും പുതുതല്ല. അവിടെ ഭംഗിയായി നടന്നു വരുന്നു. ഈ ഇത്രയും ജനങ്ങളും തന്നെയാണ് വരാറ്. ഇപ്പോൾ ഈ ഒരു വർഷം ഒരുപാട് പേര് കൂടുതൽ വന്നു, അതുമില്ല. പക്ഷെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അത് പിന്നെ ശബരിമല എത്ര മോശമായിട്ടൊരു തീർത്ഥാടനം നടത്താമെന്ന് ഓരോ വർഷവും അതിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷം പുതിയ എന്തെങ്കിലും കുഴപ്പം കൂടെ. അതെ 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 മാലിന്യം കൊണ്ട് മാലിന്യപൂരിതമായിട്ട് അങ്ങോട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല. ഇപ്പം അതാണ് പല ആളുകളും ഇതിന് ശേഷം ചർച്ച ചെയ്ത് അത് മുഴുവൻ സേവാഭാരതി ഏൽപ്പിച്ച ശബരിമല എത്ര മനോഹരമായിട്ടിരിക്കുന്നത്. സേവാഭാരതിയുമായി ബന്ധപ്പെട്ട ആളുകളല്ല, പലപ്പോഴും സേവാഭാരതിയെ മറ്റുള്ള കാരണങ്ങളാലൊക്കെ വിമർശിച്ചിരുന്ന, രാഷ്ട്രീയപരമായിട്ടൊക്കെ വിമർശിച്ചിരുന്ന ആളുകൾ തന്നെ ഭാരതപ്പുഴയിലെ ആ വൃത്തി കണ്ടിട്ട് എങ്ങനെയാണോ ഭാരതപ്പുഴ മുമ്പുണ്ടായിരുന്നത് അതുപോലെ തന്നെ നിർമ്മലമായി തുടരുന്നത് കണ്ടിട്ട് അതൊക്കെ വീണ്ടും ആ ഈശ്വരീയയിലേക്ക് തന്നെ ഞാൻ വരികയാണ്. കാരണം എല്ലാ ദിവസവും അതോറിറ്റികൾസ് വാട്ടർ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നിരുന്നു. ഇത്രയും പേര് ഇപ്പം 40 ലക്ഷം പേരും കുളിച്ചു എന്ന് നമുക്ക് ഇതില്ല, പക്ഷേ ഒരു പകുതിയിലധികം പേരും അവിടെ സ്നാനം ചെയ്തിട്ടുണ്ട്. അതെല്ലാം കഴിയുമ്പോഴും നമുക്കത് അതേ ശുദ്ധിയോടുകൂടി തന്നെ നിളൊഴുകുകയാണ്. പിന്നെ ചില വീഡിയോ ഇതൊക്കെ കാണുമ്പോൾ നമ്മളിതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോഴൊക്കെയാണ് ചില വീഡിയോകളൊക്കെ കാണുന്നത്. അവിടെ രാത്രി എല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ ഈ 2-3 വയസ്സും 4 വയസ്സും ഒക്കെ ഉള്ള കുട്ടികളാണ് അവിടെ കിടന്നിരുന്ന പേപ്പറൊക്കെ സേവാഭാരതി കൂട്ടിയെടുക്കുന്നതിലേക്ക് ഓടി 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 നടന്ന് പെറുക്കി കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അതിനെ മനോഹരമായി തന്നെ മുഴുവൻ ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും ഇല്ലാതെ ഇപ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ അദ്ദേഹത്തിൻ്റെ ഒരു ബ്ലോഗിൽ എഴുതിയിരിക്കുകയാണ്. നമ്മുടെ ആരതിയുടെ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന സമയത്ത് ഒരു വളണ്ടിയർ പുറകിൽ വന്ന് പറഞ്ഞു, പുറകിലിരിക്കുന്ന ആളുകൾക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട്, അങ്ങൊന്ന് ശ്രദ്ധിക്കണമെന്ന്. അപ്പോൾ അദ്ദേഹം പറയുന്നത് അതോറിറ്റി പലതരത്തിൽ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. പോലീസ് വന്നിട്ടുണ്ട്, ബൗൺസേഴ്സ് വന്നിട്ടുണ്ട്, സംഘാടക സമിതി വന്നിട്ടുണ്ട്, ദേവസ്വം സ്റ്റാഫ് വന്നിട്ടുണ്ട്. എല്ലാവരും അധികാരം ഉപയോഗിക്കുകയായിരുന്നു, ഷൗട്ട് ചെയ്യുമായിരുന്നു, പിടിച്ചു മാറ്റുമായിരുന്നു. ഇവൻ വളരെ മോശപ്പെട്ട രീതിയിൽ കയ്യേറ്റം ചെയ്യുക വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ പൊളൈറ്റായി വളരെ സൗമ്യമായിട്ട് ഒരു സംവിധാനത്തിന് പ്രവർത്തിക്കാൻ കഴിയും എന്ന് ഞാൻ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ്. പെട്ടെന്ന് എൻ്റെ എല്ലാ സെൽസും കോൺഷ്യസ് ആയി എന്നാണ് ആൾ പറയുന്നത്. പ്രകോപിപ്പിക്കുമ്പോഴാണ് വാസ്തവത്തിൽ ഇതെല്ലാം പൊളൈറ്റായിട്ട് സംസാരിക്കുമ്പോൾ അവർ സ്വയം ചിന്തിക്കുകയും ചെയ്യും. അല്ല, ഇതിനിടയിലൊക്കെ ചില ആളുകൾക്ക് ചില മോശപ്പെട്ട വിഷമകരമായിട്ടുള്ള സംഗതികളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ആകത്തുകയിൽ അത് വളരെ ഭംഗിയായി ഇത്രയും ചെറിയ സമയത്തിനുള്ളിൽ അങ്ങനെ പറഞ്ഞാൽ ഒരു പ്ലാനിങ്ങോ ഒരു സംഘാടക സമിതിയോ യഥാർത്ഥത്തിൽ ഒരു സംഘാടക സമിതി രൂപീകരണം പോലും നടന്നിട്ടില്ല. കാരണം അവർ ജനറൽ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി പിന്നെ എല്ലാവരെയും ചേർത്തൊക്കെ നമ്മളത് ചെയ്യാമെന്ന് തീരുമാനിച്ച് അതിനൊന്നും ഇരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇതിൽ വലുതായിക്കൊണ്ടിരുന്നു. എല്ലാ പ്രോഗ്രാമും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നോട്ടീസ് അടിക്കാൻ പോലും പറ്റിയിട്ടില്ല. ആദ്യം ഉണ്ടായിരുന്ന ചെറിയൊരു വിവരം പറഞ്ഞിട്ടില്ല, ഡേറ്റുകളൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമില്ലാതെ ഒരു നോട്ടീസ് അടിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ ഒരു പ്ലാനിങ്ങോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഇപ്പോൾ പരിപാടികളൊന്നുമില്ലല്ലോ, ആരെങ്കിലും ക്ഷണിക്കാൻ പറ്റണ്ടേ? അതെ. അപ്പോൾ അങ്ങനെ നടന്നിട്ട് പൊതുവിൽ വളരെ ഭംഗിയായി അത് നടത്താം. അപ്പോൾ അത് ഹിന്ദു സമാജത്തിൻ്റെ ശക്തിയെ, നമ്മുടെ ഉള്ളിലുള്ള ധാർമ്മികമായിട്ടുള്ള ചൈതന്യത്തെ നമുക്ക് പ്രകടമാക്കി തന്നു, സ്വയം ബോധ്യപ്പെടുത്താൻ. ഈ ഹനുമാനോട് ജാമ്പവൻ പറയുന്നുണ്ടല്ലോ. അതെ 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 അതെ. സത്യത്തിൽ ഈ പിന്നെ ഈ മത്സ്യാവതാരത്തിന്റെ കഥ പറയുന്ന പോലെ ഇത് എവിടെ കൊണ്ടുവിട്ടാലും തികയാതെ വരുന്ന ഒരവസ്ഥ. അവസാനം ഇത് ഉൾക്കൊള്ളാൻ പറ്റാതെ മുഴുവൻ പ്രപഞ്ചവും ഉൾക്കൊള്ളേണ്ടി വരുന്ന എന്ന പോലെ ഏതാനും ദിവസം കൊണ്ട് ഇങ്ങനെ വരുന്നത്. ഞാൻ അവിടെ കണ്ട മറ്റൊരു പ്രത്യേകത വളരെ അത് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ എനിക്ക്, അതായത് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചുമുള്ള എല്ലാ സമ്പ്രദായങ്ങളുടെയും പൂജകൾ, ആരാധനകൾ, അവരവരുടേതായ ഹോമങ്ങൾ, ഇതൊന്നും സാധാരണ എവിടെയും ഏതെങ്കിലും ഒരു കൂട്ടർ എന്ന് വിചാരിച്ച് നടത്തുന്നിടത്ത് സംഭവ്യമല്ല.
കാരണം അവർക്ക് മേൽക്കൈയുള്ളതോ അവർ അംഗീകരിക്കുന്നത് മാത്രമേ സാധാരണ നടക്കുള്ളൂ. ഇതങ്ങനെയല്ല. അജ്ഞാതമായിട്ടുള്ള എല്ലാ തരത്തിൽപ്പെട്ട പൂജകളും ഹോമങ്ങളും അവിടെ നടത്താവുന്ന സാഹചര്യത്തിനനുസരിച്ച് നടത്തി എന്നുള്ളതും അതൊരു പുതിയ മെസ്സേജായിരുന്നു. കേരളത്തിലുള്ള ഈ ആധ്യാത്മിക മത രംഗത്തുള്ളവർക്ക് ഒരു പുതിയ മെസ്സേജാണ്. കാരണം ഇതെല്ലാം നമ്മൾ ഈ പ്രമാണം പറയുന്നുണ്ടല്ലോ, ഏകം സത് വിപ്രാ ബഹുധാവദന്തി എന്നൊക്കെ. പക്ഷെ അത് ആവിഷ്കരിച്ച് കാണിച്ചു. ഈ വഴികളെല്ലാം സത്യത്തിലേക്കും ഒന്നിലേക്കും ഉള്ള വഴി തന്നെയാണെന്ന് കാണിക്കാൻ അത് ഈ കുംഭമേളയ്ക്ക് ഈ മഹാമാഘ ഇതിന് കഴിഞ്ഞു എന്നുള്ളതും അതൊരു വലിയ മെസ്സേജാണ് ഇതിൻ്റെ. അല്ല, അത് മാത്രമാണ് സത്യത്തിൽ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. കാരണം അവിടെ ഒന്ന് ഭൂമിയെ ഉണർത്തുക, ഈ ധർമ്മത്തെ ശക്തമാക്കുക, അതിന് പരമ്പരകളുടെയും ദേവതകളുടെയും എല്ലാം അനുഗ്രഹം ഉണ്ടാവുക. ഇത് നമ്മൾ ഭാവിയിലേക്ക് വേണ്ടിയിട്ടാണ് കണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മളൊരു ഭവ്യമായിട്ടുള്ള സങ്കല്പം, ഇത് ഇന്നത്തേക്കല്ല, ഇന്നിപ്പോൾ അത് നമുക്ക് നടത്താനുള്ള നമുക്ക് ഫ്രീ ആയിട്ട് നടത്താൻ പറ്റും. അതിൻ്റെ എല്ലാ ശ്രദ്ധയോടും കൂടി നമുക്ക് കൊടുക്കാൻ പറ്റും. കാരണം ആളുകൾ ഉണ്ടാവില്ല, മറ്റുള്ള തിരക്കൊന്നും ഉണ്ടാവില്ല. നമുക്കതിൽ ഇതങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ മനസ്സിൽ പോകുന്നത്. അവസാനം അവിടെ പൂജ നടക്കുന്നവർക്ക് ഈ തിരക്ക് കാരണം പൂവ് എത്തിക്കാൻ പറ്റാത്ത സാഹചര്യം വരെ ഉണ്ടായി. പക്ഷേ നമ്മൾ അത് ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ എല്ലാ പരമ്പരകളുടെയും സ്മൃതി അവിടെ വേണം. കാരണം ഒന്ന് എന്താ പറയുക, നിള ഈ ഒരു കാര്യം എൻ്റെ തീരത്ത് ഈ ആധ്യാത്മിക അനുഷ്ഠാനങ്ങൾ വീണ്ടും നടക്കുന്നതിന് കാത്തിരിക്കുകയാണ്. അപ്പോൾ പഴയ കാലത്തെ ആളുകൾ ആരോഗ്യം മോശമായാൽ പോലും നിളയിൽ കുളിക്കണം എന്ന് പറഞ്ഞിരുന്നു എന്ന് അവിടെ ചില ആളുകൾ പിന്നീട് പങ്കുവെക്കുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരിത് കൊണ്ട് കേരളത്തിൻ്റെ സംസ്കൃതിയുടെ എല്ലാ പരമ്പരകളുടെയും ഗുരുപരമ്പരകളുടെയും ദേവതകളുടെയും ഒരു സാന്നിധ്യം, അനുഗ്രഹം ഇതിന് ഭാവിയിലേക്കുള്ള ഒരു ഉണർവിന് വേണ്ടി വേണം എന്നുള്ള സങ്കല്പത്തിലാണ് ഈ ഒരു കാര്യം ആലോചിക്കുന്നത്. അത് നമ്മൾ ആലോചിക്കുമ്പോൾ ആരെങ്കിലും വിളിച്ചു എന്തെങ്കിലും പൂജ ചെയ്തു എന്നല്ല, നമ്മളതിനൊരു പദ്ധതി ഉണ്ടാക്കി. അത് അഭിനവ ബാലാനന്ദ ഭൈരവ എന്ന് പറയുന്ന സ്വാമിജിയാണ് അതിനെ മുഴുവൻ സംയോജിപ്പിച്ചത്. അപ്പോൾ അത് ആദ്യം പിതൃയാനം, പിന്നെ ദേവായാനം, പിന്നെ ഋഷിയാനം. അതിൽ സൃഷ്ടിസ്ഥിതി സംഹാര ലയങ്ങളുടെ ക്രമത്തിൽ. അപ്പോൾ അത് നിലവിലുള്ള ഒന്ന് പോരാ, അല്ലെങ്കിൽ അത് ഇപ്പോഴത്തെ ഒരവസ്ഥ നല്ലതല്ല എന്നറിയാവുന്നത് കൊണ്ട് നിലവിലുള്ളതിനെ സംഹരിച്ച് അതിനെ ലയിപ്പിച്ച് പ്രകൃതിയിൽ ലയിപ്പിച്ച് പുതിയ ഒന്നിനെ സൃഷ്ടിച്ച്, ആ സൃഷ്ടി കുട്ടിയെ അങ്ങനെ ഇത്രയും അരാജകത്വത്തിലേക്ക് ഇട്ടിട്ട് പോരാൻ പറ്റില്ല. അതിന് ബലം കൊടുത്ത് സ്ഥിതിയിലെത്തിച്ച് ഋഷീശ്വരന്മാരുടെ അനുഗ്രഹത്തോട് കൂടിയിട്ട് അവസാനിപ്പിക്കുന്ന ഒരു ഒറ്റ പദ്ധതിയാണ് നമ്മൾ തയ്യാറാക്കിയത്. ആ പദ്ധതിയിൽ ഇപ്പോൾ സ്ഥിതിയിലെ സ്ഥിതി ഒരു പാരമ്പര്യം അനുസരിച്ചിട്ടുള്ള ഒരാൾ അയാളുടെ നിഷ്ഠയോട് കൂടിയിട്ടുള്ള ചെയ്ത് സ്ഥിതിയുടെ സംഹാരത്തിൽ ചെയ്യുന്ന ആചാര്യന് കൈമാറുകയാണ്. ഇങ്ങനെയാണ് നമ്മളതിനെ മുഴുവൻ ചിട്ടപ്പെടുത്തിയത്. അത് തിരുവനന്തപുരത്തെ കാണി പാരമ്പര്യം തൊട്ട് വടക്കേ അറ്റത്തെ മലയ പാരമ്പര്യം വരെയുള്ള എല്ലാ ആചാര്യന്മാരും അവരവരുടെ നിഷ്ഠയനുസരിച്ച് വന്ന്, അപ്പോൾ അത് നമ്മൾ ആ ഇതിൽ ഉണ്ടോ എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ പല പരമ്പരകളെ യോജിപ്പിക്കുമ്പോൾ ആ രീതിയിൽ ആ ഒരു ദേവത അവർക്കുണ്ടോ, ആ ഒരു സമ്പ്രദായം ഉണ്ടോ. അപ്പോൾ അതിൽ ചില പൂജകൾ, ഇപ്പോൾ ഒന്ന് പിതൃയാനത്തിൽ കാലചക്ര ബലി. ഈ കാലചക്ര ബലി അദ്ദേഹം അച്ചാച്ചൻ പഠിപ്പിച്ചിട്ടേ ഉള്ളൂ, അച്ചാച്ചനും ചെയ്തിട്ടില്ല. അച്ഛനെ പഠിപ്പിച്ചു, അച്ചാച്ചൻ്റെ അച്ഛൻ പഠിപ്പിച്ചു, അച്ചാച്ചൻ ചെയ്തിട്ടില്ല. അച്ചാച്ചൻ്റെ അച്ഛൻ ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല. അച്ചാച്ചനും ചെയ്തിട്ടില്ല, അച്ഛനും ചെയ്തിട്ടില്ല. അവർ ഇദ്ദേഹത്തെയും പഠിപ്പിച്ചു. കാരണം ഇത് ദേശത്തിന് വേണ്ടി ചെയ്യണം. മറ്റുള്ളതൊക്കെ നമ്മൾ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെയോ ദോഷം തീർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ മികവിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ ഇത് ദേശത്തിന് വേണ്ടി ചെയ്യാൻ ആരും ഉണ്ടായില്ല, അതുകൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ അത്രയും വർഷങ്ങളായിട്ട് ചെയ്തിട്ടില്ല. പിന്നെ ശ്രീനാരായണ ഗുരുദേവൻ്റെ പാരമ്പര്യത്തിൽപ്പെട്ടതായിരുന്നു സുബ്രഹ്മണ്യ പൂജ ഷഷ്ടി തിഥിയിൽ നടത്തിയത്. അത് ആദ്യം ബാലാസുബ്രഹ്മണ്യൻ, പിന്നെ ദണ്ഡായുധപാണി സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ത്രികാലത്തിൽ അതിൽ 33 വിശേഷമായ ദ്രവ്യങ്ങളെ കൊണ്ട് അഭിഷേകം ചെയ്ത്, അത് മൂത്തുകുന്നത്ത് നിന്ന് ഉമേഷ് ജി ആചാര്യനായിട്ടുള്ള അദ്ദേഹമാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം അതും ഇതുപോലെ, അതായത് പറവൂർ ശ്രീധരൻ തന്ത്രികളുടെയൊക്കെ ആ ഒരു കാലമാണ് ഇവരുടെ തൊട്ട് മുമ്പത്തെ ഗുരുപരമ്പര. അവർ ചെയ്തിട്ടില്ല, അതിനു മുമ്പത്തെ ഗുരുപരമ്പരയും ചെയ്തിട്ടില്ല. അത് പഠിപ്പിച്ചിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ അഭിഷേകം ചെയ്യുന്നതിലെ ഓരോ ദ്രവ്യങ്ങളും അത്രയും അപൂർവമാണ്. ഒന്ന് നവപാഷാണക്കൂട്ടിലൊന്നാണ്. അത് വനത്തിൽ നിന്ന് ശേഖരിക്കേണ്ടത് മകരസംക്രമം കഴിഞ്ഞിട്ടുള്ള സമയത്താണ്. ഇത് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. പക്ഷെ അതൊക്കെ വന്നു ചേരുകയാണ്, അതൊക്കെ ഭംഗിയായി നടക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് അവിടെ വന്നിരുന്ന ഓരോരുത്തരും ആ ഒരു അനുഭവം പങ്കിട്ടിട്ടാണ്. അപ്പോൾ അത് ഓരോന്നും നമ്മൾ ആ പരമ്പരയോട് പറഞ്ഞാൽ നിങ്ങളുടെ നിഷ്ഠയനുസരിച്ച് ചെയ്യുക. ഏറ്റവും വലിയ സന്തോഷം അവരെല്ലാവരും അവരവരുടെ സമർപ്പണമായി ചെയ്തു എന്നുള്ളതാണ്. അതായത് അവസാനം നമ്മൾ ക്രിയാദക്ഷിണ വയ്ക്കുന്നത് അടക്കം
അത് നമുക്കൊന്നുകിൽ ദക്ഷിണയായിട്ടോ അല്ലെങ്കിൽ അവിടെ അന്നപ്രസാദ സമർപ്പണത്തിലേക്ക് അവരുടെ ഒരു സംഭാവന നമ്മൾ വിളിച്ചിട്ട് അവർ വന്ന് ചെയ്യുമല്ല, അല്ല, അവർക്ക് അവരുടേതായ ഒരു അവരുടേതായിട്ടുള്ളൊരു കാര്യത്തിൽ. പിന്നെ അവിടെ എല്ലാവരും, അതായത് എല്ലാ പരമ്പരകളും എല്ലാ ആശ്രമങ്ങളും ഒക്കെ ഞങ്ങളുടെ ഒരു കാര്യമാണ് എന്നുള്ള രീതിയിലേക്ക് അവിടെ വന്നു ചേർന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ചെറുകോൽ ശുഭാനന്ദാശ്രമം അവരുടെ മുഴുവൻ ആരാധനയുമായി അവിടെ വന്ന് ആരാധന നടത്തിപ്പോയി. ശങ്കരമഠങ്ങളിലെ എല്ലാവരും ഒരുമിച്ച്, അത് ഈ 4 മഠങ്ങളിലെയും മൂപ്പിൽ സ്വാമിയന്മാർ ഒരുമിച്ച് വരിക എന്ന് പറയുന്നത് അത്ര ഒരു എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പം വേണ്ടാന്ന് വെച്ചിട്ടൊന്നുമല്ല, എന്തെങ്കിലുമൊക്കെ തിരക്കുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ട് ആകെ ഒരു ചടങ്ങുള്ള ഇത് തൃച്ചംബരത്താണ്. അത് മുടങ്ങിയിട്ട് തന്നെ വർഷങ്ങളായി പല കാരണങ്ങൾ കൊണ്ട്. പക്ഷെ അത് എല്ലാവരും അവർ തന്നെ തീരുമാനിച്ചു വന്നു. വൈദികമായിട്ടുള്ള എല്ലാ പാരമ്പര്യക്കാരും അവിടെ വന്നിട്ട് വേദം ചൊല്ലിപ്പോയി. സ്നാനം എങ്ങനെയാണ് ചെയ്യേണ്ടത് അത് ഗായത്രി ഗുരുകുലത്തിൻ്റെ ആചാര്യനായിട്ടുള്ള അരുൺ പ്രഭാകർജി അദ്ദേഹം ആണ് അതിൻ്റെ ഒരു ചിട്ടപ്പെടുത്തൽ കാര്യങ്ങൾ ചെയ്തിരുന്നത്. എന്ത് സങ്കല്പത്തോടു കൂടി എങ്ങനെ സ്നാനം ചെയ്യണം, അത് 500 പേരൊക്കെ ആയിട്ട് സ്നാനം തുടങ്ങുന്നത് അവസാന ദിവസം ഒക്കെ ആകുമ്പോഴേക്കും 30,000 പേര് 35,000 പേരാണ് രാവിലെ ആ സ്നാനത്തിന് വരുന്നത്. പിന്നെ ത്രിമൂർത്തി മലയിൽ നിന്ന് നമ്മുടെ ഒരു രഥയാത്ര, അത് ധർമ്മപ്രചാര സഭയുടെ ആചാര്യനായിട്ടുള്ള ശ്രീനാഥ്ജിയാണ് അത് കൊണ്ടുവരുന്നത്. ഓരോ സ്ഥലത്തും അതിനനുസരിച്ചിട്ടുള്ള ആളുകളാണ് ആ ഒരു സങ്കല്പത്തിനനുസരിച്ച് ചേരുന്നത്. അപ്പോൾ ഈ ഭാരതപ്പുഴയുടെ ഓരോ തീരങ്ങളെയും ഉണർത്തിക്കൊണ്ടാണ് ഉചിതമായ ആൾക്കാർ ഉചിതമായ സമയത്ത് ഉചിതമായ സ്ഥലത്ത് അങ്ങോട്ട് യോജിച്ച് ചേരുകയാണ്. ഇപ്പോൾ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ നിള ആരതി, നമ്മുടെ ഇവിടെ ആ സംസ്കൃതി മുറിഞ്ഞുപോയി. പിന്നെ നിള ആ സമയത്ത് ഗംഗ തന്നെയാണ്. അപ്പോൾ കാശിയിൽ നിന്ന് ഗംഗാരതിയുടെ ആളുകളെ കൊണ്ടുവരാറ്. ഇപ്പോൾ നമ്മൾ അഖാഡയൊക്കെ ആയിട്ടുള്ള ഒരു രീതിയിലാണ് യോജിപ്പിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അവർ വരും. പക്ഷെ അവർ വരുമ്പോഴും അതിനെ സംഘടിപ്പിക്കുക, സംയോജിപ്പിക്കുക എന്ന് പറയുന്നത്. മോഹൻജി ഫൗണ്ടേഷൻ്റെ മോഹൻജി, അത് അദ്ദേഹത്തിൻ്റെ ഒരു ഇത് പറയുന്നത്, സ്വാമിജി നിശ്ചയിച്ചോളൂ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്യാം. അവിടെ അന്നപ്രസാദം, അതായത് അത് അദ്ദേഹത്തിൻ്റെ അടുത്തും ഒരു 5,000 പേരൊക്കെ വന്നേക്കാം എന്ന് പറഞ്ഞിട്ടാണ് പാചകം ചെയ്യാൻ വന്ന പഴയടം അവസാനം ഉറക്കം പോലും ഇല്ലാതെ ആ ദിവസങ്ങളിൽ അവസാനം 1,00,000-ലധികം ആളുകൾക്ക് മോഹൻജിയുടെ തന്നെ അമ്മു കെയർ ഫൗണ്ടേഷൻ്റെ ഭാഗത്തുനിന്ന് മാത്രം. പിന്നെ നമ്മൾ ഇപ്പുറത്ത് ഊട്ടുപുരയൊക്കെ ആയിട്ട് നമ്മൾ അന്നദാനം അതിൻ്റെ ഇത് കാര്യങ്ങൾ ചെയ്തിരുന്നു. അപ്പുറത്ത് അമൃതാനന്ദമി മഠത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങേക്കരയിൽ ചെയ്തിരുന്നു. അങ്ങനെ പല സേവാഭാരതി വെള്ളം കൊടുക്കുകയും ഭക്ഷണം കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ ആർക്കും ചെയ്തു തീർക്കാൻ പറ്റാത്ത അത്ര ക്വാണ്ടിറ്റിയിലേക്ക് അത് പോയി. പക്ഷെ എന്നാലും അങ്ങനെ എല്ലാവരും അതിനകത്തേക്ക് ഭംഗിയായി ലയിച്ചു ചേർന്നു എന്നുള്ള ഒരു മനോഹാരിത അതിനുണ്ടായി. ഇതിൽ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ അഖാഡ സമ്പ്രദായം കേരളത്തിലില്ലല്ലോ വാസ്തവത്തിൽ. അപ്പോൾ അത് ഈ മുഴുവൻ ഭാരതത്തിലും, വടക്കൻ മാത്രമല്ല മുഴുവൻ ഭാരതത്തിലും പുതിയ കാലത്തിൻ്റെ ഒരു വെല്ലുവിളി എന്ന് വേണേൽ പറയാം. ആ സാഹചര്യത്തിൽ സത്യത്തിൽ ഈ അഖാഡകൾ മുഴുവൻ ഭാരതത്തിലും ഉണ്ടാകേണ്ടതാണെന്നുള്ള ഒരു തോന്നൽ ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയിരുന്നു. ഈ അഖാഡകളുടെ പ്രവർത്തനം എങ്ങനെയാണ് ഇപ്പോൾ നടന്നു, അല്ലെങ്കിൽ പാരമ്പര്യമായി നടന്നു വരുന്നത്, ഇവിടെ നമുക്കതിനെ ആവിഷ്കരിക്കുന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ആലോചനയോ അല്ലെങ്കിൽ പദ്ധതികളോ അങ്ങനെ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ സ്വാമിജി? ഈ പൗരാണിക കാലത്ത് ദക്ഷിണ ഭാരതത്തിലും അഖാഡകൾ ഉണ്ടായിരുന്നു. പിന്നെ അഖാഡകൾ ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആളുകളാണ്. യുദ്ധം ചെയ്യണമെങ്കിൽ യുദ്ധം ചെയ്യാൻ വരെ തയ്യാറായിട്ടുള്ള സന്യാസിമാരുടെ സമൂഹമാണ് എന്നുള്ളത് കൊണ്ട് ഈ മുഗൾ ബ്രിട്ടീഷ് ആക്രമണ കാലത്തൊക്കെ ഓരോ കുംഭമേളകൾ കഴിയുമ്പോഴും അവിടെയുള്ള എല്ലാവരും ആ ഒരു കേന്ദ്രത്തിലേക്ക് പോവുക എന്ന് പറയുന്നൊരു കാര്യം. അങ്ങനെയാണ് ദക്ഷിണ ഭാരതത്തിലെ അഖാഡകളുടെ സാന്നിധ്യം ഇല്ലാതായത്. ഇവിടെ അങ്ങനെ യുദ്ധം നടന്നിട്ടില്ല. അതെ, ഇവിടെ ടിപ്പു സുൽത്താൻ്റെയും പിന്നെ മലബാറിലെ ഹിന്ദു കൂട്ടക്കൊലയുമാണ് ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. പക്ഷെ അതൊന്നും ഒരു കുംഭമേള കാലയളവ് പോലൊന്നുമില്ല, ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഇവിടെ നിന്ന് ഇല്ലാതായതാണ്. അപ്പം അത് ഇതുപോലെ ഇപ്പോൾ കഴിഞ്ഞ ഒരു ഏതാണ്ട് ഒരു 10 വർഷത്തോളമായിട്ട് അഖാഡകളുടെ ഗുരുമൂർത്തിമാർ ഈ ദക്ഷിണ ഭാരതം അധാർമികതയുടെ ഒരു പ്രചരണ കേന്ദ്രമൊക്കെ ആയിട്ട് മാറുന്നതിൻ്റെ ആശങ്ക കൊണ്ട് ഒരു സാന്നിധ്യം വേണമെന്ന് ആലോചിക്കുകയും അങ്ങനെയാണ് ഈ കഴിഞ്ഞ കുംഭമേളയിൽ മഹാമണ്ഡലേശ്വർ എന്ന് പറയുന്ന നിയോഗമൊക്കെ എന്നിലേക്ക് വന്നു ചേരുന്നതൊക്കെ. അപ്പം അഖാഡകളുടെ കാര്യത്തിൽ നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ, അതായത് ഹിന്ദു ഒന്നാണ് എന്നുള്ള ബോധ്യം ആചാര്യ പരമ്പര ഏറ്റവും മുറുകെ പിടിക്കുന്ന സന്യാസി സമൂഹമാണ്. ജാതിഭേദമന്യേ, ലിംഗഭേദമന്യേ. യൂറോപ്പൊക്കെ ബോഡി പൊളിറ്റിക്സിനെ കുറിച്ച് മിനിഞ്ഞാന്ന ചർച്ച ചെയ്ത് തുടങ്ങിയേക്കണേ. ഇവിടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള സന്യാസിമാരുണ്ട്, മഹാമണ്ഡലേശ്വർമാരുണ്ട്. സാമുദായികമായിട്ട് തന്നെ സന്യാസിയായി കഴിഞ്ഞാൽ പിന്നെ ലിംഗോ ജാതിയൊന്നും പറയുന്നതിലൊരർത്ഥമില്ല. പക്ഷേ
സാമാജികമായിട്ടുള്ള രീതിയിൽ വിലയിരുത്തുമ്പോൾ യാതൊരു ജാതിഭേദങ്ങളുമില്ലാതെ എല്ലാവരും സന്യാസിമാരായിട്ടുള്ള, ലിംഗഭേദമില്ലാതെ എല്ലാവരും സന്യാസിമാരായിട്ടുള്ള, എല്ലാവരും ആചാര്യസ്ഥാനത്തുള്ള ഒരു ഇതാണ്. ഇപ്പോൾ കുംഭമേള ആദരിക്കുകയും, അതെ, കുംഭമേളയിൽ നദിയിൽ കുളിക്കുമ്പോൾ, പ്രയാഗ്രാജിൽ തീർത്ഥരാജിൽ കുളിക്കുമ്പോൾ അവിടെ എന്താ ജാതി? എല്ലാവരും ഒരുമിച്ചാണ്. അത് മറ്റധികാരവും ഇല്ല. പ്രധാനമന്ത്രി ഇപ്പം നമ്മൾ സുരക്ഷയെ സംബന്ധിച്ചിട്ടുള്ള ചില കാര്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയും കുളിക്കുന്നതും സാധാരണക്കാരൻ കുളിക്കുന്നതും ഒരേ കടവിൽ, ഒരേ വെള്ളത്തിൽ, ഒരേപോലെയാണ്. അങ്ങനെ മലയാളികൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ പ്രയാഗ്രാജിൽ ഹോട്ട് വാട്ടർ ഫെസിലിറ്റി ഉണ്ടോയെന്ന്. ബാക്കി എല്ലാവരും അവിടെ കുളിക്കും. ഇപ്പം നമ്മൾ നേരത്തെ അങ്ങ് സംസാരിക്കുമ്പോൾ ഈ ഇറക്കുമതിയെക്കുറിച്ച് പറഞ്ഞല്ലോ. ഈ ഭാരതത്തിൻ്റെ സംസ്കൃതി ഇവിടെ ഇപ്പം നേരത്തെ ഞാൻ ഈ കാണി അല്ലെങ്കിൽ മലയ പാരമ്പര്യങ്ങളെല്ലാം പറയുമ്പോൾ അത് ഇപ്പോൾ എല്ലാം ഇവിടെ ഉണ്ടായിരുന്ന പ്രാചീനമായ ആദിമ സംസ്കൃതി തന്നെയാണ്. പക്ഷേ ഇന്ന് ഒരു ഭേദം കൽപ്പിക്കാൻ വേണ്ടി പറയുന്ന ആളുകൾ ആദിമ സംസ്കൃതി എന്ന് പറയുന്ന സംസ്കൃതി പോലും കാളിയെയും ശിവനെയും ഗണപതിയെയും ഹനുമാനെയും, കാണി ആചാരനായിട്ടുള്ള അശോകൻ കാണിജി പൂജ മുഴുവൻ കഴിഞ്ഞിട്ട് പറഞ്ഞത്, ഞാൻ ഹനുമാനെ വിളിച്ച് നിർത്തിയിട്ടുണ്ട്, ഹനുമാൻ നിന്ന് നടത്തി തരും നിങ്ങളുടെ ഈ ചടങ്ങ് മുഴുവൻ ഭംഗിയായിട്ട് എന്നാണ്. അപ്പോൾ അങ്ങനെ എല്ലാ സംസ്കൃതിയിലും ഒരേ ദേവതകൾ, വിവിധ ഭാഷകളിൽ, വിവിധ രീതികളിൽ ഒരേ ആരാധനകൾ, ഒരേ സങ്കല്പം, ഇതാണ് നടന്നു പോകുന്നത്. എല്ലാവർക്കും ഇടുന്ന പേര് കാളി എന്നാണ്. കാളി അന്തർജനവും ഉണ്ട്, നമ്മൾ മറ്റുള്ള എല്ലാ സമുദായങ്ങളിലും എന്നുള്ള പേരുമുണ്ട്. അപ്പോൾ അങ്ങനെ സംഭാഷണത്തിൽ ചില പേരുകളൊക്കെ അതെല്ലാറ്റിലും ഉണ്ട്. ഇപ്പോൾ ക്രിസ്ത്യാനികളുടെയും പഴയ കാലത്തെ പേരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വിളിക്കുന്ന ഫ്രാൻസിസ് എന്നൊന്നും ആയിരുന്നില്ല. അത് നാട്ടിലെ ഉച്ചാരണ ഭേദം കൊണ്ട് വരുന്ന അതാണ്. അപ്പോൾ അതൊക്കെ വരുന്നത് മാറ്റി നിർത്തിയാൽ ഈ സംസ്കൃതി, ഭാരത സംസ്കൃതി ഈ മണ്ണിലെ എല്ലായിടത്തും ഒരുപോലെയുള്ളതാണ്. ഇറക്കുമതിക്കാരാണ് ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും കമ്മ്യൂണിസവും ഒക്കെ. ഇവിടെ എന്തെങ്കിലും ഒളിച്ചു കടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്, പുറത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇതൊക്കെയാണ്. അപ്പം അതിനകത്ത് തോളിച്ചാരിയിട്ടാണ് അയ്യോ ഉത്തരേന്ത്യ. വേറൊരു തമാശ, ആദ്യത്തെ പൂജ കൗള ശ്രാദ്ധം എന്ന് പറയുന്ന വീരസാധന ക്രിയയാണ്. അതിൽ അയിനിപ്പുള്ളി വൈശാഖ്ജി എന്ന് പറയുന്ന ഒരു ആചാര്യനാണ് അതിൻ്റെ സഹാചാര്യന്മാർ. ഒന്ന് പറവൂർ ശ്രീധരൻ തന്ത്രികളുടെ മരുമകനോ ഇതായിട്ടുള്ള ഒരു ഇത്, മറ്റേ ആൾ അഴകത്ത് ശാസ്ത്രശർമ്മൻ അദ്ദേഹത്തിൻ്റെ ഇതുപോലെ ജ്യേഷ്ഠൻ്റെ മകനും എന്തായിട്ടില്ല. ഇത് രണ്ടുപേരാണ് സഹാചാര്യന്മാർ. അപ്പോൾ ഇവർ രണ്ടുപേരും ഇത് വീരസാധനയായതുകൊണ്ട് കൗളാചാരത്തിലായതുകൊണ്ട് ചുവന്ന വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ചിത്രം കണ്ടിട്ട് പുരോഗമന ചർച്ചയാണ്, പൂജ ചെയ്യാൻ പോലും നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാളെ കിട്ടാനില്ല. അത് ഉത്തരേന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരിക്കുകയാണെന്ന്. കാരണം വെള്ളം കൊണ്ടെടുത്തിട്ട് പൂജ ചെയ്യുന്നതാണ് അവർ കണ്ടിട്ടുള്ള ചില ചിത്രങ്ങളിലൊക്കെ ഉള്ളതായിരിക്കും. അപ്പോൾ ഇത് ചെയ്യുകയാണെന്നുള്ളത്. അപ്പോൾ ഇത്രയും പാരമ്പര്യങ്ങളുണ്ട്, ഇത്രയും സംസ്കൃതി ഉണ്ടെന്നൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ. അല്ല, അറിയാത്തത് മാത്രമല്ല, തമസ്കരിക്കപ്പെട്ടു അവരുടെ ബുദ്ധിയിൽ നിന്ന്. ഈ ആദിമ സംസ്കൃതി എന്ന് പറയുന്നത് ഒരു വിഭജന രാഷ്ട്രീയമാണത്. അതെ, അല്ല, എല്ലാം ആദിമ സംസ്കൃതി തന്നെയാണ്. ഞാൻ കുറച്ച് വർഷം വെച്ചാൽ ഒത്തിരി വർഷം മുന്നേ ഈ വയനാട്ടിൽ പ്രവർത്തിക്കുന്ന സമയത്ത്, അപ്പോൾ നമ്മൾ ഈ വീടുകളിലാണ് താമസിക്കുന്നത്, പോകുന്ന സ്ഥലത്തെ പ്രവർത്തകരുടെ ഇടയിൽ. അപ്പോൾ ഒരു വീട്ടിൽ താമസിച്ചപ്പം വീട്ടുകാരന് കൃഷിഭൂമിയൊക്കെയാണ് വയനാട്ടിലെ ഏറ്റവും പിന്നാക്കം എന്ന് പറയപ്പെടുന്ന, ഞാൻ ഈ പിന്നാക്കം എന്ന് പറയുമ്പോൾ ആ വാക്ക് പറയപ്പെടുന്ന, വാസ്തവത്തിൽ അങ്ങനെ പിന്നാക്കം ഇല്ലല്ലോ, മുന്നാക്കവും ഇല്ല. ഇപ്പൊ പിന്നാക്കം വനവാസികളിൽ തന്നെ പിന്നാക്കം അവിടെയുണ്ട് ഈ ശ്രേണി പണ്ട്. അപ്പോൾ അതിൽ പിന്നാക്കം എന്ന് പറയപ്പെടുന്ന ഒരു സമൂഹത്തിൽ ഒരാളുടെ വീട്ടിലാണ് താമസിച്ചത്. അപ്പം നമ്മളിവിടുന്ന് കേരള താഴെ നാട്ടിൽ നിന്ന് കേട്ടിട്ടുണ്ടല്ലോ, ഈ ആദിവാസി, വനവാസി എന്നല്ല പറയുക, ആദിവാസി, അവർ നല്ല പേരിടാൻ അവർക്ക് സ്വാതന്ത്ര്യമില്ല, നല്ല വിശ്വാസം പാടില്ല, പ്രാകൃതമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ വീട്ടിൽ ചെന്നപ്പോൾ ചേട്ടനോട് വീട്ടുകാരനോട് പേര് ചോദിച്ചു, എന്താ ചേട്ടൻ പേര്? എൻ്റെ പേര് നഞ്ചുണ്ടൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ശരിയാണല്ലോ, ഈ താഴെ നാട്ടിലെ പ്രൊഫസർമാരും ബുദ്ധിജീവികളും പറഞ്ഞത് ശരിയാണ്, അത് അത്ര വൃത്തികെട്ട പേരാ, നമുക്കൊരു സാധാരണ മലയാളിക്കിടുന്ന പേരല്ല നഞ്ചുണ്ടൻ. ഞാൻ ചോദിച്ചു, ചേട്ടാ ഇത് ഇപ്പം ഞാൻ കേട്ടത് നേരാണല്ലോ, ഈ ബുദ്ധിജീവികളൊക്കെ ഞങ്ങളോട് പറഞ്ഞത് നേരാണല്ലോ, ഈ നഞ്ചുണ്ടനല്ല ഇച്ചിരി നല്ല പേരിട്ടുകൂടായിരുന്നോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചേട്ടനോട് ആരാ പറഞ്ഞാൽ എൻ്റെ പേര് മോശമാണെന്ന്, നഞ്ചെന്ന് വെച്ചാൽ എന്താണെന്ന് എന്നോട് ചോദിച്ചു. അപ്പം നമുക്ക് ഈ തോട്ടിൽ നഞ്ച് കലക്കി മീൻ പിടിക്കുന്ന രീതി അറിയാം. അപ്പം നമ്മളത് വിഷം, അത് ഉണ്ടവനാരാ? അത് ശിവൻ. എൻ്റെ പേര് ശിവൻ്റെ പേരല്ലേ, നഞ്ചുണ്ടെന്ന് പറഞ്ഞാൽ പരമശിവൻ എന്നാണ് അർത്ഥം. ഇത് പിന്നെ ആദ്യം വേറെ പുതിയത് വേറെ ഒന്നും ഇല്ല.
ഈ ഒരേ സംസ്കൃതി ഇവിടെ ഇപ്പോൾ സ്വാമിജി പറഞ്ഞ പോലെ തന്നെ കാലത്തിനനുസരിച്ചോ ദേശത്തിനനുസരിച്ചോ ഭാഷയ്ക്കനുസരിച്ചോ ചെറിയ ചെറിയ മാറ്റം ഉണ്ടാവും. വാസ്തവത്തിൽ ഒരേ പാരമ്പര്യവും ഒരേ സംസ്കാരവും തന്നെയാണ്. അല്ല, ഈ നഞ്ചുണ്ടൻ എന്നുള്ള പേര് ഇന്ന് പറയുന്ന രീതിയിലുള്ള സാമുദായികമായി ഇന്നത്തെ കാലത്ത് പറയുന്ന ഉയർന്ന ശ്രേണികളിലുള്ളവർക്ക് തന്നെ തമിഴ്നാട്ടിലൊക്കെ ഉള്ള പേരാണ്. കർണാടകത്തിലുണ്ട്. കർണാടകത്തിലൊക്കെ ഉള്ള പേരാണ് നഞ്ചുണ്ടൻ എന്നുള്ള പേര്. രണ്ടാമത് ഈ ആളുകളെയൊക്കെ ഒരുമിച്ച് ഇപ്പം ഞാൻ നേരത്തെ ക്രിയകളുടെ ഒരു കാര്യം പറഞ്ഞല്ലോ, അതായത് സ്ഥിതി ഒരു പാരമ്പര്യത്തിൽ ചെയ്ത് സ്ഥിതിയുടെ സംഹാരത്തിലേക്ക് കൈമാറാൻ അവർക്ക് അറിയാം. സ്ഥിതിയിലെ സംഹാരം ചെയ്യുന്നത് വേറെ ആളാണ്. അപ്പം ആ ഒരു ക്രമവും ഇവരുടെ ഇടയിലുണ്ട്. അതെ 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 അതെ. ഈ അവിടെ ഇതിന് നടക്കുമ്പോൾ, അതായത് നമ്മുടെ അടുത്ത് വന്നിട്ട് പോലീസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു, ഞങ്ങൾക്കിതിൻ്റെ ഷെഡ്യൂൾ പോലും തന്നിട്ടില്ല. അപ്പോൾ ദാമോദർജിയാണ് നമ്മുടെ വർക്കിംഗ് ചെയർമാൻ, അത് ഫെബ്രുവരി 4 തരാം. ഷെഡ്യൂൾ ആവുന്നത് എല്ലാം കഴിഞ്ഞാൽ അതുപോലെ ഓരോ ദിവസവും ഓരോരോ രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് കാവുകളിലെ വെളിച്ചപ്പാടുമാർ തുള്ളി വന്നു. അവർ പറയുന്നത് മാമാങ്ക കുളി കഴിഞ്ഞ് കുടിയിരുന്ന ദേവതമാരാണ് അവിടെയുള്ള മുഴുവൻ ദേശദേവതകളും എന്നാണ്. അപ്പോൾ ഒരു ഭാഗത്ത് വൈദിക സംസ്കൃതി, വേദവും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ കേട്ടുപാടുന്നത്, മറുഭാഗത്ത് മലബാരത്തിൻ്റേതായിട്ടുള്ള വലിയൊരു ദേശീയമായിട്ടുള്ള സംസ്കൃതി, അതായത് വൈദികമായും താന്ത്രികമായും ശാബരമായും ഒക്കെ എല്ലാം ഒന്നാണ്.